മോഷണത്തിൽ PhD എടുത്ത ഒരു സർക്കാരിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്താണെന്നല്ലേ ഇതൊന്ന് കണ്ടു നോക്കും. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വൻ ക്രമക്കേട് നടന്നതായിട്ടുള്ള ഓഡിറ്റ് രേഖകൾ പുറത്തുവരുന്നു എന്നതാണ്. തട്ടിപ്പിന് പുറമെ അടിമുടി ദൂർത്തും നടന്നതിന്റെ ഓഡിറ്റ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഗ്ലോബൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ കോടികളുടെ തട്ടിപ്പാണ് നമ്മുടെ സ്വന്തം പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത് കേട്ട് നമ്മൾ മലയാളികൾ ഞെട്ടത്തില്ല. കാരണം ഇങ്ങനത്തെ വാർത്തകൾ കുറെ നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി അങ്ങനെ. അപ്പോൾ ഇത് കേട്ട് നമ്മൾ വലുതായിട്ട് ഞെട്ടണ്ടെങ്കിലും പക്ഷെ ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. ദൈവത്തിന്റെ പേരിൽ ബിസിനസ് നടത്താൻ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത്? ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന VIP-കൾ താമസിച്ച ഹോട്ടലിന് കൊടുത്ത വാടകയാണ് 34 ലക്ഷം രൂപ. നമ്മുടെ സർക്കാർ ഇവിടെ ലൈഫ് മിഷൻ വഴി വീടുകൾ നിർമ്മിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ നിർമ്മിക്കുന്ന വീടിന്, അതായത് ഒരു വീടിന് കൊടുക്കുന്ന എമൗണ്ട് 4 ലക്ഷം രൂപയാണ്. അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്ന VIP-കൾ താമസിച്ച ഹോട്ടലിന് കൊടുത്തേക്കുന്നത് 34 ലക്ഷം രൂപ. എത്ര? 34 ലക്ഷം രൂപ. പമ്പയിൽ നടന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വന്ന VIP പക്ഷെ താമസിച്ചതോ മൂന്നാറിലും പിന്നെ കുമരത്തുള്ള 5 സ്റ്റാർ ഹോട്ടലിലാണ്, അതായത് ബാർ അറ്റാച്ച്ഡ് ആയ 5 സ്റ്റാർ ഹോട്ടലുകളിൽ. എന്തുകൊണ്ട് പമ്പയിൽ നടക്കുന്ന പരിപാടിക്ക് അവർക്ക് വേണമെങ്കിൽ പമ്പയിലുള്ള ഹോട്ടലിലോ അല്ലെങ്കിൽ പന്തളത്തുള്ള അല്ലെങ്കിൽ അടൂരുള്ള അല്ലെങ്കിൽ പത്തനംതിട്ട പോട്ട് ചെങ്ങന്നൂർ തിരുവല്ല ഇവിടെ ഒന്നും ഹോട്ടലിന് ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ ഈ വന്നവർ ഇതിനായിട്ട് വന്നതല്ല, അവർക്കൊരു വിനോദസഞ്ചാരമായിട്ട് വന്നതായിരിക്കും. കാരണം ഇതിന്റെ എല്ലാം ഫണ്ട് കൊടുക്കുന്നത് സർക്കാരാണല്ലോ. അങ്ങ് ദൂരെ ഇരിക്കുന്ന VIP-കളെല്ലാം നമ്മൾ പമ്പയിൽ എത്തിക്കണമല്ലോ. അപ്പോ അതിനു വേണ്ടി ചെലവായ ടാക്സി ചാർജ് എത്രയാണെന്നറിയോ? 7.5 ലക്ഷം രൂപ. അല്ല, അത് വലിയൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ പിണറായി വിജയന് താമസിക്കാൻ വരെ 2.5 ലക്ഷം രൂപയായി. അപ്പൊ പിന്നെ ഇത് വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ പോട്ടെ, നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി എന്ന പേരിൽ 8 ലക്ഷം രൂപയാണ് ബില്ല് എഴുതി ചേർത്തേക്കുന്നത്. ഇത് നന്ദഗോവിന്ദം ഭജൻസ് അറിഞ്ഞപ്പോൾ അവർ പറയുന്ന വെച്ചാൽ അങ്ങനെ ഒരു പരിപാടി അവർ അവിടെ നടത്തിയിട്ടില്ല എന്നാണ്. അതായത് നടക്കാത്ത ഒരു പരിപാടിക്ക് 8 ലക്ഷം രൂപയുടെ ബില്ല്. ഇനി വേണമെങ്കിൽ സർക്കാർ പറയുമായിരിക്കും ഞങ്ങൾ ഉദ്ദേശിച്ചത് നന്ദുവും ഗോവിന്ദും കൂടി നടത്തിയ ഭജനയായിരുന്നു. നമ്മൾ മലയാളികൾ അതും വിശ്വസിക്കും. കട്ടുമുടിച്ചേ ശീലമുള്ളൂ എന്ന് അറിയാം. നിങ്ങൾ മാറുമെന്നും പ്രതീക്ഷയില്ല. നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: സർവ്വലോക പ്രപഞ്ചമാണ് വര സുപ്രഭാത കഴിവറ മോനെ.